മക്കളെ, അപ്പോൾ നമ്മളിങ്ങനെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഓരോ ഘട്ടങ്ങൾ പഠിച്ച് വന്നു. ഇപ്പം നമ്മൾ ലാസ്റ്റ് എടുത്ത് നിൽക്കുന്നത് റിട്ടയറിങ് ഓഫ് ബില്ലാണ്. ഏതാണ് റിട്ടയർമെൻറ്റ്. ഇതിന് തൊട്ട് മുൻപ് പഠിച്ച ടോപ്പിക് ഏതാ? റിന്യൂവൽ അല്ലേ? അപ്പോൾ റിന്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താ? പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്യല്ലേ. ഇത് ബാക്കിലേക്ക് വരാം, പ്രീപോണ്ട് അഥവാ ഉദ്ദേശിച്ച ഡേറ്റിനേക്കാൾ മുന്നെന്ത് ചെയ്യുക, അടയ്ക്കുക. എന്താ ഇപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം? ഡ്രോവർക്ക് എന്തുണ്ടാവില്ല? ഇൻട്രസ്റ്റ് ആ ഡേറ്റിൽ അടച്ചാലും ഉണ്ടാവില്ലല്ലോ. ആ ഡേറ്റിൽ അടച്ചാലും എന്തുണ്ടാവില്ല? ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാലാണ് എന്ത് ചെയ്യുക? പോസ്റ്റ്പോൺ ചെയ്യുക അഥവാ ഏത് ചെയ്യുക. ഓക്കെ. പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ റീപോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു എമൗണ്ട് കിട്ടണം. ആർക്കാവും ഡിസ്കൗണ്ട് കിട്ടേണ്ടി വരാം? ഡ്രോവിക്ക്. ഡ്രോവി അല്ലേ പേയ്മെൻ്റ് നടത്തുന്ന ആൾക്കല്ലേ. ആര് ഡിസ്കൗണ്ട് കൊടുക്കണം? ഡ്രോവർ കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. മുന്നോട്ട് പോവാം. റിട്ടയർമെൻറ്റ് ഓഫ് ബിൽ എന്താ മീനിങ് വായിക്കാം. എന്താ? പേയ്മെൻറ്റ് ഓഫ് ബിൽ ബിഫോർ ഡ്യൂ ഡേറ്റ് ഈസ് കോൾഡ് റിട്ടയറിങ്. എന്താ? പേയ്മെൻറ്റ് ഓഫ് ബിൽ ബിഫോർ ഡ്യൂ ഡേറ്റ് ഈസ് കോൾഡ് റിട്ടയറിങ്. വെൻ എ ബിൽ ഈസ് റിട്ടയർഡ് the drawer will allow certain discount to drawee. ഓക്കെ അല്ലേ? ഡ്രോവർക്ക് ഡിസ്കൗണ്ട് എന്താണ്? എക്സ്പെൻസാണ്. മറ്റാൾക്ക് ഡിസ്കൗണ്ട് എന്താ? ഓക്കെ. സച്ച് ഡിസ്കൗണ്ടിനെ ഇവിടെ പറയുക എന്താണ്? റിബേറ്റാണ്. കാരണം ഓൾറെഡി ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡൊക്കെ നോർമൽ ട്രേഡിങ്ങിൽ ക്രെഡിറ്റ് സെയിൽസ് ട്രാൻസാക്ഷനിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ത് പറയും? റിബേറ്റിൻ്റെ വേർഡ് മീനിങ് എന്ത് തന്നെയാണ്? ഡിസ്കൗണ്ട് തന്നെ. Rebate is a loss for drawer. At the same time, it should be debited in the books of the drawer. അപ്പോൾ റിബേറ്റിന് എന്ത് ചെയ്യണ്ട? ഡൗട്ട് വേണ്ട. റിബേറ്റ് അക്കൗണ്ട് ഡെപ്റ്ററാണ് ആര് എഴുതുള്ളൂ? ഡ്രോവർ എഴുതുള്ളൂ. എന്നാൽ റിബേറ്റ് ഇങ്ക് ആയതുകൊണ്ട് റിബേറ്റിന് ആര് ക്രെഡിറ്റ് ചെയ്യും? ഡ്രോവി ക്രെഡിറ്റ് ചെയ്യും. ആ രണ്ടും കിട്ടിയില്ലേ? ദെൻ റിബേറ്റിനെ കുറിച്ച് 2 വാക്ക് അല്ലെങ്കിൽ 3 ലൈൻ. റിബേറ്റ് മീൻസ് ദ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദ ഡ്രോവർ ടു ഡ്രോവി ഫോർ ഏർലി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഡ്രോവി ബിഫോർ മെച്യൂരിറ്റി ഡേറ്റ്. എക്സ്പ്ലനേഷൻ വേണം. മെച്യൂരിറ്റി ഡേറ്റിന് മുൻപേ അടക്കുന്നതിന് ഡ്രോവി കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് എ സെർട്ടൈൻ പെർസെൻറ്റേജ് ഓൺ ദ ബിൽ എമൗണ്ട്. സാധാരണ നമ്മൾ ഇൻട്രസ്റ്റും ഡിസ്കൗണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് കാൽക്കുലേഷൻ വരും. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ബുക്സ് ഓഫ് ഡ്രോവറിലെ എൻട്രി എന്താ? ഇതാണ് എൻട്രി. ഓക്കെ. ഡ്രോവർക്ക് പൈസ കിട്ടണം അല്ലേ. ചിലപ്പോൾ ബില്ലിൻ്റെ എമൗണ്ട് എത്രയാണ് ഉണ്ടാവുക? 1000 ഉണ്ടാവുക. പക്ഷെ നേരത്തെ അടക്കുന്നതുകൊണ്ട് എത്ര മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും? 950. അപ്പോൾ 50 രൂപ എന്താണ്? ഡിസ്കൗണ്ട് അലൗഡ്. അല്ലെങ്കിൽ ഇവിടെ എന്ത് പറഞ്ഞാൽ മതി? റിബേറ്റ്. രണ്ടും സെയിമാണ്. ഓക്കെ. ഇതേപോലെ ഡ്രോവിയുടെ സംബന്ധിച്ചിടത്തോളം ഡ്രോവി ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു ക്യാഷ്. കൂടാതെ ഒരു 2 കൂടെ വരും. ഏതാ? റിബേറ്റ് അല്ലേ. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഏതാണ്? റിസീവ്ഡ് എന്ന് പറയാം. ഓക്കെ അല്ലേ? എൻട്രി പഠിച്ചില്ലേ? സെറ്റല്ലേ? മനസ്സിൽ വെച്ചാ? പേയ്മെൻറ്റ് നടത്തുമ്പോഴാണ് ഈ എൻട്രി. റിസീപ്റ്റ്. ഡ്രോവിക്ക് റിസീപ്റ്റാണ്. അപ്പോൾ എൻട്രി എന്താ പറഞ്ഞ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിബേറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. മറ്റടുത്ത് ബിൽസ് പേബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ടു റിബേറ്റ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ. ചെക്ക് യുവർ പ്രോഗ്രസ് ഉണ്ട് അതിന് മുന്നേ. എന്താ? റിബേറ്റ് ഓൺ ബിൽ ഷോൺ ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ പെയ്ഡ് ബിഫോർ ദ മെച്യൂരിറ്റി ഡേറ്റ്. ഇത് റിബേറ്റ് ഓൺ ദ ബിൽ ഷോ ദാറ്റ്. അടുത്തേതാ? വെൻ ബിൽ അല്ലേ. റിബേറ്റ് എപ്പോഴാണ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. മെച്യൂരിറ്റി ഡേറ്റിന് മുൻപേ കൊടുത്തത്. വെൻ എ ബിൽ ഈസ് സോൾഡ് ടു ബി പെയ്ഡ് ബിഫോർ ഇറ്റ്സ് ഡ്യൂ ഡേറ്റ് ദ ഹോൾഡർ അലോ ഡാഷ് ടു ദ അക്സെപ്റ്റർ. റിബേറ്റ്. വാ. മായാവി അക്സെപ്റ്റ് ബിൽ 6000 ഡ്രോൺ ബൈ ആരാണ്? കുട്ടൂസൻ. അപ്പോൾ ഡ്രോവർ ആരാ? കുട്ടൂസൻ അല്ലേ. മായാവിയാണ് ആര്? ഡ്രോവി. 2 months അല്ലേ. 1 February ഹാവിങ് സർപ്ലസ് ഫണ്ട്. മായാവിയുടെ കയ്യിൽ പൈസ ഉണ്ടായി. മായാവി എന്ത് ചെയ്ത്? അത് എന്നടച്ച്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് 1 February ആണെങ്കിൽ പിന്നെ മാർച്ച് ഏപ്രിൽ 1 2 മാസമാവുള്ളൂ. പക്ഷേ ഏപ്രിൽ ആവാനും നിന്നില്ല. മാർച്ചിൽ തന്നെ ഫണ്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? അടച്ചൊഴിവാക്കി.
10% എന്ത് ചെയ്യുന്നത് റിബേറ്റ്, പെർ ആനാണ് 10%. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു മാസത്തെ എത്ര മാസം മുൻപേ അടച്ചത്? 2 മാസം മുൻപേ അടച്ചോ? ഇല്ല, 1 മാസം മുൻപേ അടച്ചുള്ളൂ. മനസ്സിലായില്ല? 1 മാസം മുൻപേ അടച്ചുള്ളൂ. ഓക്കെ അല്ലേ? ഫെബ്രുവരിയിൽ തന്നെ അടച്ചിട്ടില്ല, മാർച്ചില്ല, ഏപ്രിലാണ് ആവേണ്ടത്. ഓക്കെ, 1 മാസം. അപ്പോൾ 6000-ൻ്റെ എത്ര ശതമാനം കാണും? 10%. എത്ര വരും? 600 ഇൻറ്റു 1/12 അടിച്ച് എത്ര വരും? ഓക്കെ, വർക്കിനോട്ട് ഇതാ അവിടെ ഉണ്ട്. എത്ര വന്നു? 50 റുപ്യ വരും. കറക്റ്റ് അല്ലേ? 50. ഓക്കെ അല്ലേ? കാൽക്കുലേഷൻ കണ്ടില്ലേ? സിമ്പിളാണ്, ആർക്കും ചെയ്യാം. നമുക്കിനി ഇൻ ദി ബുക്സ് ഓഫ് കുട്ടൂസൻ ഡ്രോവറെ തീരുമാനിക്കാം. ഓക്കെ അല്ലേ? ഇവിടെ സെയിൽ ചെയ്യുന്നതൊന്നും തന്നിട്ടില്ല, ഡ്രോ ചെയ്യുന്ന മുതൽ. അപ്പോൾ എൻട്രി എന്താ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു മായാവി. പൈസ കിട്ടുകയാണ് ഇയാൾക്ക് അല്ലേ? അപ്പോൾ എൻട്രി എന്താ പറഞ്ഞ്? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ, റിബേറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഏതാ? മായാവി. ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? ബിൽസ് റിസീവബിളാണ്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഞാൻ അപ്പുറത്താരാ? ഇൻ ദി ബുക്സ് ഓഫ് മായാവി. നിങ്ങൾ മായാവിയുടെ ആളാ കുട്ടൂസൻ്റെ ആളാ? മായാവി. ഒക്കെ മായാവിയാ? ഞാൻ കുട്ടൂസൻ്റെ ആളാ. ലിലുട്ടാപ്പിയ. കുട്ടൂസൻ മായാവിയുടെ കുഞ്ഞുമ്മയുടെ മോനെ. മായാവി എന്ത് ചെയ്യാണ്? കുട്ടൂസന് ബില്ല് എന്ത് ചെയ്ത്? ഡ്രോ ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്ത് അല്ലേ? മായാവി അല്ല ബില്ല് ഡ്രോ ചെയ്താരാണ്? കുട്ടൂസൻ്റെ ബില്ല് ഇയാൾ സൈൻ ചെയ്തപ്പോൾ എന്താ? കുട്ടൂസൻ അക്കൗണ്ട് അപ് ടു ബിൽസ് പേബിൾ. ഇനി നേരത്തെ പേയ്മെൻറ്റ് അടത്താണ്. ഇപ്പോൾ ഡേറ്റൊക്കെ ശ്രദ്ധിച്ചോ? ഇനി എന്താണ്? 1/3. ശരിക്കും എന്നാണ് അടക്കേണ്ടതുള്ളൂ? 4 മാസമാണ്. പക്ഷെ പൈസ ഉണ്ട്, റിച്ചാണ്. അപ്പോൾ ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു 6000. പക്ഷേ ഫുൾ എമൗണ്ട് അടക്കേണ്ട, 50 രൂപ കുറച്ചിട്ട് അടച്ചാൽ മതി അല്ലേ? 2 ക്യാഷിലേക്ക് 5950. 50 നമ്മുടെ എന്താണ്? ഇൻകാണ്. ആരുടെ? മായാവിയുടെ. ഓക്കെ, യെസ്. ഇതോടുകൂടെ നമ്മൾ എന്ത് ചെയ്ത് പരിപാടി ചാപ്റ്റർ. ഇഫ് ദ അക്സെപ്റ്റർ മേക്ക് ഓഫ് ദ ബിൽ. അക്സെപ്റ്റർ പറഞ്ഞാരാ? ഡ്രോവറാണോ ഡ്രോവിയാണോ? ഡ്രോവി സൈൻ ചെയ്യുന്നത്. ബിഫോർ മെച്യൂരിറ്റി ഇറ്റ് ഈസ് കോൾഡ് റിന്യൂവൽ ഓഫ് ബില്ല്. ആണോ? റിന്യൂവൽ ഓഫ് ബില്ല അല്ല, തെറ്റാ. ഏതാണ്? ഫോൾസ് ആണ്. അതിനെന്താ പറയുക? റിട്ടയർമെൻറ്റ് ഓഫ് ബില്ല്. അടുത്ത് മെച്യൂരിറ്റി ഡേറ്റിന് മുൻപേ ഡ്രോവി പേയ്മെൻറ്റ് കൊടുത്തിയാൽ അതിന് പറയുന്ന പേര് റിന്യൂവൽ എന്നാണ്. അല്ലല്ലോ, റിട്ടയർമെൻ്റ് എന്നല്ലേ? അപ്പോൾ തെറ്റാണ്, ഫോൾസ്. അത്രേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിഫോർ ദി ഡ്യൂ ഡേറ്റ്. വീണ്ടും മെച്യൂരിറ്റി ഡേറ്റ് ഏതാ? റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റ് ഓഫ് ബിൽ മീൻസ് പേയ്മെൻറ്റ് ഓൺ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അല്ല, അത് ഹോണേഡ് എന്ന് പറയാം. എന്താ പറയുക? ഹോണേഡ്. പേയ്മെൻറ്റ് ബിഫോർ ഡ്യൂ ഡേറ്റ്. നോൺ പേയ്മെൻറ്റ് ഓഫ് ഓൺ ദി ഡ്യൂ ഡേറ്റ് ഏതാ? ഡിസോണേഡ്. പേയ്മെൻറ്റ് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ഏതാ? റിന്യൂവൽ. ഓക്കെ.